ഉമ്മൻചാണ്ടി സർക്കാർ കേരളത്തിന്റെ എസ് തകർത്തെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. വിവാദങ്ങളും തർക്കങ്ങളുമാണ് UDF സർക്കാരിന്റെ മുഖമുദ്രയെന്നും കോടിയേരി അഭിപ്രായപ്പെട്ടു. മതനിരപേക്ഷത തകർക്കാനുള്ള BJP ശ്രമത്തെ തകർക്കുകയും അഴിമതി വിമുക്ത കേരളം കെട്ടിപ്പടുക്കുകയുമാണ് ഇടതുപക്ഷത്തിന്റെ ലക്ഷ്യമെന്ന് കോടിയേരി പറഞ്ഞു. കേരളത്തെ സംബന്ധിച്ച് ഇന്നത്തെ UDF ഭരണം ജനങ്ങൾക്കൊരു ശാപമായി മാറിയിരിക്കുകയാണ്. ഇവിടെ 5 വർഷക്കാലത്തെ ഭരണത്തിനിടയിൽ ഭൂരിപക്ഷം മന്ത്രിമാർ അഴിമതി ആരോപണത്തിന് വിധേയമായ ഒരു മന്ത്രിസഭയാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള 18 മന്ത്രിമാർക്കെതിരായിട്ടാണ് വിവിധ രൂപത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ നിയമസഭക്കകത്തും പുറത്തും കോടതിക്കകത്തും ഉയർന്നു വന്നിട്ടുള്ളത്. കള്ളപ്പണക്കാരുടെ വിശദാംശങ്ങളുള്ള പാനമ രേഖകളിൽ മലയാളിയും സിംഗപ്പൂരിലുള്ള തിരുവനന്തപുരം സ്വദേശി ജോർജ് മാത്യുവിന്റെ പേരാണ് പുറത്തുവന്നത്. ചാർട്ടേഡ് അക്കൗണ്ടന്റായ ജോർജ് മാത്യുവിന് ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡുകളിലെ കമ്പനികളുടെ പേരിൽ കള്ളപ്പണ നിക്ഷേപമുള്ളതായാണ് രേഖകളിലുള്ളത്. സിംഗപ്പൂരിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റായ ജോർജ് മാത്യുവാണ് പാനമ രേഖകളിൽ ഉൾപ്പെട്ട മലയാളി. അനധികൃത നിക്ഷേപത്തിന് സഹായമൊരുക്കുന്ന പാനമയിലെ നിയമസഹായ സ്ഥാപനം മൊസാക് ഫോർസേക്കയുടെ പുറത്തായ രേഖകളിൽ ജോർജ് മാത്യുവിന്റെ കേരളത്തിലെയും സിംഗപ്പൂരിലെയും വിലാസമുണ്ട്. എന്നാൽ 12 വർഷമായി വിദേശത്ത് താമസിക്കുന്ന തനിക്ക് ഇന്ത്യയിലെ നികുതി നിയമങ്ങളോ RBI ചട്ടങ്ങളോ ബാധകമല്ല എന്നാണ് ജോർജ് മാത്യുവിന്റെ വിശദീകരണം. അതേസമയം പാനമ രേഖകൾ പുറത്തു വന്നതോടെ വിവിധ രാജ്യങ്ങൾ ഇതു സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചു. 2G സ്പെക്ട്രം അഴിമതിയിൽ ഇടനിലക്കാരിയായ നീര റാഡിയയ്ക്ക് മൊസാക് ഫോർസേക്കയുമായി ബന്ധമുണ്ടെന്നതിന്റെ തെളിവുകളും പുറത്തുവന്നിട്ടുണ്ട്. നേരത്തെ പുറത്തുവന്ന രേഖകളിൽ സിനിമാ താരങ്ങളായ അമിതാഭ് ബച്ചന്റെയും ഐശ്വര്യ റായിയുടെയും പേരുകളുണ്ടായിരുന്നു. എന്നാൽ ഒരിടത്തും കള്ളപ്പണ നിക്ഷേപം ഇല്ലെന്നാണ് ഇരു താരങ്ങളുടെയും വിശദീകരണം. ന്യൂസ് ബ്യൂറോ, ദില്ലി. പാനമ കമ്പനികളിൽ ഭാര്യയ്ക്ക് കള്ളപ്പണ നിക്ഷേപമുണ്ടെന്ന വാർത്ത പുറത്തായതോടെ ഐസ്ലൻഡ് പ്രധാനമന്ത്രി സിഗ്മണ്ട് ഡേവിഡ് ഗട്ട്ലോൺ രാജിവെച്ചു. പനാമ രേഖകളുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയുടെ രാജി തേടി വൻ പ്രതിഷേധമുയർന്ന സാഹചര്യത്തിൽ മന്ത്രിസഭ പിരിച്ചുവിടണമെന്ന് ഗൺസ് ലാക്സൺ നേരത്തെ പ്രസിഡന്റിനോട് അഭ്യർത്ഥിച്ചിരുന്നു. തുടർന്നായിരുന്നു രാജി. പാനമ രേഖകൾ പുറത്തുവന്നതിനു ശേഷമുള്ള ആദ്യ രാഷ്ട്രീയ പ്രത്യാഘാതമാണിത്. വിദേശത്ത് കമ്പനി രൂപീകരിച്ച് ദശലക്ഷക്കണക്കിന് ഡോളർ ഇടപാട് ഗാംഗ്ലൌഡ്സൺ നടത്തിയതായി പാനമ രേഖകളിൽ വെളിപ്പെടുത്തിയിരുന്നു. ഇതേ തുടർന്ന് പ്രധാനമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധം നടത്തിയിരുന്നു. എന്നാൽ ആവശ്യം തള്ളിയ പ്രധാനമന്ത്രി പാർലമെന്റ് പിരിച്ചുവിടണമെന്ന് പ്രസിഡന്റിനോട് ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ മുന്നണിയിലെ സഖ്യകക്ഷികളോട് ആലോചിച്ച ശേഷമേ തീരുമാനം എടുക്കുകയുള്ളൂ എന്നായിരുന്നു പ്രസിഡന്റ് ഒലിവോ റാഗ്നർ ക്രിംസന്റെ നിലപാട്. ഇതേ തുടർന്നാണ് ഗാംഗ്ലൌഡ്സന്റെ രാജി. വ്യാഴാഴ്ച പാർലമെന്റിൽ പ്രതിപക്ഷം അവിശ്വാസം അവതരിപ്പിക്കാനിരിക്കെയാണ് പ്രധാനമന്ത്രി പിരിച്ചുവിടൽ നീക്കം നടത്തിയത്. രാജി ആവശ്യപ്പെട്ട തലസ്ഥാനമായ റെയ്ക്യാവിക്കിൽ വൻ പ്രതിപക്ഷ പ്രകടനം നടന്നിരുന്നു. വിൻഡ്രീസ് എന്ന തട്ടിക്കൂട്ട് കമ്പനിയുടെ സഹോടമയാണ് ഗാംഗ്ലൌഡ്സൺ എന്ന വിവരമാണ് പാനമ രേഖകളിൽ പുറത്തുവന്നത്. രേഖകൾ പ്രകാരം ഇദ്ദേഹത്തിന്റെ ഭാര്യയും കമ്പനിയുടെ ഉടമയാണ്. ദശലക്ഷക്കണക്കിന് ഡോളർ വിലയുള്ള കുടുംബസ്വത്ത് നികുതി വെട്ടിച്ച് സൂക്ഷിച്ചു എന്നാണ് ഗാംഗ്ലൌഡ്സണെതിരായ ആരോപണം. രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുമ്പോഴാണ് പ്രധാനമന്ത്രിയുടെ നികുതി വെട്ടിപ്പെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. പാനമ രേഖകൾ പുറത്തുവന്നതിനു ശേഷമുള്ള ആദ്യ രാഷ്ട്രീയ പ്രത്യാഘാതമാണ് ഐസ്ലൻഡ് പ്രധാനമന്ത്രിയുടെ രാജി. ഇന്റർനാഷണൽ ഡെസ്ക്. നേതാവ് ചന്ദ്രശേഖരൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. ഒന്നോ രണ്ടോ വ്യക്തികളുടെ പ്രശ്നമല്ല, INTUC പ്രസ്ഥാനത്തിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ വിട്ടുവീഴ്ചകൾക്ക് നിർവാഹമില്ല. തൊഴിലാളി മേഖലകളിൽ ഈ സ്ഥാനാർത്ഥി പട്ടിക റീഅറേഞ്ച് ചെയ്യാനുള്ള നടപടികൾ അവർ 4 പേരും കൂടി ചെയ്യണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാത്ത പക്ഷം INTUC എല്ലാ ജില്ലകളിലും ജില്ലാ പ്രസിഡന്റുമാർ നാളെ കൊണ്ട് നമുക്ക് തരുന്ന റിപ്പോർട്ട് അനുസരിച്ച് എല്ലാ ജില്ലകളിലും INTUC സ്വാധീനമുള്ള മേഖലകളിൽ നോമിനേഷൻ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മുൻകാലങ്ങളിൽ നിങ്ങളൊരു കാര്യം പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത്, ശ്രീ K കരുണാകരൻ എന്തുമാത്രം പരിഗണന കിട്ടിയെന്ന് നിങ്ങൾ പരിശോധിക്കണം. BK നായർ, CM സ്റ്റീഫൻ, VP മരക്കാർ, സുരേഷ് ബാബു, എല്ലാവർക്കും INTUC പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു പരിഗണനയുണ്ട്. ഇപ്പോൾ ഏറ്റവും ശക്തമായി ഈ പ്രസ്ഥാനം വളർന്നു വന്നപ്പോഴും അങ്ങനെയുള്ള പരിഗണന പോലും വന്നില്ല എന്നുള്ളത്. പക്ഷേ ഒരു പരിഗണനയുടെ അല്ല, ഞങ്ങൾക്ക് എല്ലാ ജില്ലകളിലും അതനുസരിച്ചുള്ള ഞങ്ങളുടെ സ്വാധീന മേഖലകളിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി, UDFനെ ശക്തിപ്പെടുത്താൻ വേണ്ടി, UDFൻ്റെ വർക്ക് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഊർജ്ജസ്വലത കൈവരിക്കാൻ വേണ്ടി, അതിൻ്റെ ക്രിയാത്മകത തെളിയിക്കാൻ വേണ്ടി INTUCക്ക്
അതിൻ്റേതായ പ്രാതിനിധ്യം ഉണ്ടായേ മതിയാകൂ. അതിനകത്ത് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയുന്നില്ല. കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തമായ ഒരു ഭാഗം INTUC തന്നെയാണ്. അതിന് വേണ്ടുന്ന പരിഗണന ഉണ്ടാകണം. ഇല്ലെങ്കിൽ ഞങ്ങളുടെ തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും എന്നറിയിച്ചിട്ടുണ്ട്. അല്ല, മണ്ഡലങ്ങൾ ഞങ്ങൾ INTUC സംസ്ഥാന കമ്മിറ്റി കൊടുത്തത് 18 മണ്ഡലങ്ങളാണ്. ആ 18 മണ്ഡലങ്ങൾ എന്നുള്ളത് 18ഉം തരണം എന്നുള്ളതല്ല. എങ്കിലും മാന്യമായ ഒരു പരിഗണന ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സ്ഥാനാർത്ഥി ലിസ്റ്റിനകത്ത് വ്യതിയാനങ്ങൾ വരുത്തിക്കൊണ്ട്, മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അത് പരിഹരിക്കണമെന്ന് തന്നെ ശക്തമായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ല, പ്രതികരണം അവർക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് ഇത് തീരുമാനിച്ചേക്കുന്നത്. അത് മാറ്റം മറിക്കലുകൾ പറ്റത്തില്ല എന്നുള്ള നിലപാടാണ് അവരെടുത്തേക്കുന്നത്. എങ്കിലും ഞങ്ങൾ പറഞ്ഞു പറ്റത്തില്ലെങ്കിൽ പറ്റണ്ട. ഇതൊരു ഭരണഘടനാ പ്രതിസന്ധി ഒന്നും ഇതിനകത്ത് ഉണ്ടാകാൻ പോകുന്നില്ലല്ലോ. ഇത് ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ വരിക, അല്ലെങ്കിൽ പരിഗണിക്കാൻ കഴിയാതെ പോയവരെ പരിഗണിക്കുന്നത് കൊണ്ടുവരുന്ന സാങ്കേതിക പ്രശ്നങ്ങളൊന്നും ഇതിനകത്ത് നോക്കേണ്ട കാര്യമില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു തുറന്ന പുസ്തകം പോലെ ഇത്തരത്തിൽ തൊഴിലാളി മേഖലയിൽ ഒരു പ്രാതിനിധ്യത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് എന്ന് കണ്ടാൽ അത് പരിഹരിക്കാനുള്ള നടപടികൾ അവർ 3 പേരും പറഞ്ഞാൽ പരിഹരിക്കാത്ത കാര്യം കേരളത്തിൽ എന്തോ ഉള്ളത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബഹുമാന്യനായ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും KPC പ്രസിഡൻറ്റും UDF കൺവീനറും പറയുന്നത് നടന്നേ പറ്റൂ. അവർ പറയുന്നതാണ് വേണ്ടത്. അല്ലാതെ മുകളിൽ അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അല്ല, ഞങ്ങൾ അതിനേക്കാൾ കൂടുതൽ മണ്ഡലങ്ങളിൽ, ഓരോ ജില്ലയിലും ഏറ്റവും കുറഞ്ഞത് 5-6 മണ്ഡലങ്ങളിലെങ്കിലും ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നിർത്തും, നോമിനേഷൻ കൊടുക്കും. അത് കൊടുക്കാനുള്ള തീരുമാനം ഇന്ന് മുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഞങ്ങളിപ്പം അന്ന് 14 ജില്ലാ പ്രസിഡന്റുമാർ കൂടി തീരുമാനിച്ചത് 2 കാര്യങ്ങളാണ്. ഒന്ന്, തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നില്ല, UDFൻ്റെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നില്ല. 2, INTUCക്ക് അർഹത അനുസരിച്ചുള്ള പരിഗണന ലഭിക്കുന്നില്ലെങ്കിൽ തൊഴിലാളി കേന്ദ്രങ്ങളിൽ നോമിനേഷൻ കൊടുക്കും. ഇതാണ് തീരുമാനം. ആ തീരുമാനമായി മുന്നോട്ട് പോകും. INTUC നേതാക്കൾ കോൺഗ്രസുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. 18 ഇടങ്ങളിൽ മത്സരിക്കാൻ തീരുമാനിച്ചതായി INTUC നേതാവ് R ചന്ദ്രശേഖരൻ പറഞ്ഞു. എന്നാൽ കൂടുതൽ ഇടങ്ങളിൽ മത്സരിക്കുന്ന കാര്യവും പരിഗണനയിലുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തൊഴിലാളികൾക്ക് കൃത്യമായ പ്രാതിനിധ്യം നൽകണം എന്നതായിരുന്നു തങ്ങളുടെ ആവശ്യം. എന്നാൽ അത് പരിഗണിക്കപ്പെട്ടിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് സ്വതന്ത്രമായി മത്സരിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് എന്നും ചന്ദ്രശേഖരൻ പറഞ്ഞു. പ്രത്യേകിച്ച് കേരളത്തിലെ ഈ ഒരു സാഹചര്യത്തിൽ തങ്ങളുടെ ആവശ്യം തൊഴിലാളികളുടെ ഇടയിൽ നിന്നുള്ള പ്രാതിനിധ്യമാണ്. അതിന് നേതൃത്വം താല്പര്യം കാണിക്കുന്നില്ല എങ്കിൽ സ്വതന്ത്രമായ രീതിയിൽ മത്സരിക്കുക എന്ന ഒരു തീരുമാനം നേരത്തെ തന്നെ എടുത്തിരുന്നു. ജില്ലാ കമ്മിറ്റികളും ചേർന്ന് ഇക്കാര്യത്തിൽ തീരുമാനത്തിലെത്തിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോഴത്തെ ഈ തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു. സജേഷ് ചേർന്നുണ്ട് വിവരങ്ങളുമായി. സജേഷ്, പട്ടിക പുറത്തു വന്നതിന്റെ പിന്നാലെ വലിയ രീതിയിലുള്ള സ്വാരസ്യങ്ങൾ, അതിന്റെ ഉദാഹരണം കൂടിയാണ് INTUCയുടെ ഇപ്പോഴത്തെ ഈ ഒരു തീരുമാനം. ചന്ദ്രശേഖരൻ പറഞ്ഞ കാര്യങ്ങൾ എന്തായിരിക്കും തെരഞ്ഞെടുപ്പിൽ നിലപാട്? സൗമ്യ, INTUCയെ മയപ്പെടുത്താനുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ ശ്രമം പരാജയപ്പെട്ടു. KPC അധ്യക്ഷനും മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ INTUC നേതൃത്വം ഇപ്പോൾ നടത്തിയ ചർച്ച പരാജയപ്പെട്ടിട്ടുണ്ട്. ചർച്ചയിൽ INTUCക്ക് സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രാതിനിധ്യം വേണമെന്ന ആവശ്യം INTUC നേതാക്കൾ ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ളവർ വീണ്ടും ഉന്നയിച്ചു. എന്നാൽ ഇനി പുനഃക്രമീകരണം സാധ്യമല്ലെന്ന നിലപാടായിരുന്നു കോൺഗ്രസ് സ്വീകരിച്ചത്. ഇതേ തുടർന്ന് INTUC തനിച്ചു മത്സരിക്കുന്നതിനുള്ള തീരുമാനത്തിലേക്ക് പോവുകയാണ്. തൊഴിലാളി കേന്ദ്രങ്ങളിൽ തനിച്ചു മത്സരിക്കുമെന്ന തീരുമാനമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. 18ഓളം മണ്ഡലങ്ങളിൽ മത്സരിക്കാനുള്ള തീരുമാനമാണ് INTUC കൈക്കൊണ്ടിരിക്കുന്നത്. UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും INTUC നേതാക്കൾ തീരുമാനിച്ചു. ഇക്കാര്യം INTUC നേതാവായിട്ടുള്ള ചന്ദ്രശേഖരൻ തന്നെ പരസ്യമായി ഇപ്പോൾ പറഞ്ഞു. നേരത്തെ തന്നെ ഈ നിലപാട് INTUC സ്വീകരിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ മുതൽ INTUC നേതാക്കളുമായി കോൺഗ്രസ് നേതൃത്വം ചർച്ച നടത്തുന്നത്. ആ ചർച്ച പരാജയപ്പെട്ടിരിക്കുകയാണ്. INTUC തനിച്ചു മത്സരിക്കും, 18 മണ്ഡലങ്ങളിൽ തനിച്ചു മത്സരിക്കുന്ന തീരുമാനവുമായി മുന്നോട്ട് പോകാനാണ് INTUC നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ തീരുമാനം. സൗമ്യ, സജേഷാണ് വിവരങ്ങൾ നൽകിയത്. INTUC കോൺഗ്രസ് ചർച്ച പരാജയപ്പെട്ടു. 18 ഇടങ്ങളിൽ മത്സരിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് INTUC ഉള്ളത്. തൊഴിലാളികളുടെ പ്രാതിനിധ്യം എന്നതായിരുന്നു തങ്ങളുടെ ആവശ്യം. അംഗീകരിക്കാത്ത സാഹചര്യത്തിൽ UDFുമായി യാതൊരു വിധത്തിലും തെരഞ്ഞെടുപ്പിൽ സഹകരിക്കില്ല എന്നുകൂടി R ചന്ദ്രശേഖരൻ അറിയിക്കുന്നു. മറ്റു വാർത്തകളിലേക്ക്. ലിബിയയിൽ മലയാളി IT ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ 4 പേരെ ഭീകരർ തട്ടിക്കൊണ്ടുപോയി. കോഴിക്കോട് ചക്കിട്ടപ്പാറയിലെ കോളോത്തോയിൽ നെല്ലുവയിൽ ജോസഫിന്റെ മകൻ റജി ജോസഫിനെയാണ് തട്ടിക്കൊണ്ടുപോയത്. ലിബിയയുടെ തലസ്ഥാനമായ ട്രിപ്പോളിയിൽ ആൽദിവാൻ IT കമ്പനിയിലെ ഉദ്യോഗസ്ഥനാണ്. മറ്റു 3 പേരും ലിബിയക്കാരാണ്. 31-ന് വൈകിട്ടാണ് ഇവരെ തട്ടിക്കൊണ്ടുപോയത്.
കേരളം തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ സജീവ രാഷ്ട്രീയത്തെക്കുറിച്ച് ആലപ്പുഴയിലെ 14-കാരനും ചിലത് പറയാനുണ്ട്. മുതിർന്നവർക്ക് മാത്രമല്ല, കുട്ടികൾക്കും രാഷ്ട്രീയത്തെക്കുറിച്ചും അഴിമതിയെക്കുറിച്ചും വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായെന്നാണ് ഈ സ്കൂൾ വിദ്യാർത്ഥി പറയുന്നത്. സംസ്ഥാന മന്ത്രിയെക്കുറിച്ചും മന്ത്രിസഭയിലെ മറ്റ് മന്ത്രിമാർക്ക് ഉയർന്നു വരുന്ന ആരോപണങ്ങളെക്കുറിച്ചുമായിരുന്നു എബി എന്ന ഈ കൊച്ചുമിടുക്കൻ്റെ ആദ്യ പ്രതികരണം. ഭരിച്ച മന്ത്രിമാരുടെ ഒരു അഴിമതി കെട്ട ഒരു മുഖമാണ് ഈ 5-ാം വർഷം നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പേരിൽ വരുന്ന സരിത കേസിൻ്റെ അഭിയോഗം, ഇതുകൂടാതെ തന്നെ KM മാണിയുടെ പേരിൽ ബാർക്കോര. തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണല്ലോ ഇതൊക്കെ ബാധിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഓരോ മന്ത്രിമാരുടെയും പേരിൽ ആരോപണമുണ്ട്. ഭൂരിഭാഗം മന്ത്രിമാരുടെ പേരിൽ ആരോപണമുള്ളതാണ്. അതിൽ ഒരാളാണ് ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. മന്ത്രി KC ജോസഫിൻ്റെ പേരിൽ ആരോപണങ്ങളില്ലേ? കോടതിയെ വിമർശിച്ചതിൻ്റെ പേരിൽ ഒരാരോപണമായില്ല. മന്ത്രി K ബാബുവിൻ്റെ പേരിലുണ്ട്, KM മാണിയുടെ പേരിലുണ്ട്. അങ്ങനെ ഓരോ മന്ത്രിമാരെ എടുത്തു പറയുമ്പോൾ അവരുടെ എല്ലാവരുടെയും പേരിൽ ആരോപണങ്ങളുണ്ടാവും. ഇതൊക്കെ ഇവർ തെരഞ്ഞെടുപ്പിനെയാണ് ബാധിക്കാൻ പോകുന്നത്. ജില്ലയിലെ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെക്കുറിച്ചും കുട്ടി വാചാലനായി. നിയോജകം ആലപ്പുഴ നഗരസഭയിൽ 25 വാർഡുകളും മണ്ണഞ്ചേരി, ആര്യാട്, മാരാരിക്കുളം വടക്ക്, മാരാരിക്കുളം തെക്ക് പഞ്ചായത്തുകൾ കേന്ദ്രീകരിക്കുന്നതാണ് ആലപ്പുഴ നിയോജകമണ്ഡലം. ആലപ്പുഴയിലെ പഞ്ചായത്തുകൾ 4 പഞ്ചായത്തുകളും LDFിൻ്റെ ശക്തി കേന്ദ്രങ്ങളാണ്. ഇതിലെ ബ്ലോക്ക് ഡിവിഷനിലും ജില്ലാ ഡിവിഷനിലും ഒക്കെ LDF തന്നെ സ്ഥാനത്തെത്തി, 1-ാം സ്ഥാനത്തെത്തി. പിന്നെ നഗരസഭയിൽ 25 വാർഡ്, നഗരസഭയിൽ വെച്ച് നോക്കുവാണെങ്കിൽ ഒരു വാർഡിൻ്റെ വ്യത്യാസം UDF ആണ്. 25 വാർഡിൽ 13 വാർഡുകളിൽ UDFും 12 വാർഡിൽ LDFും ആണ്. നഗരസഭയിൽ LDFിന് തന്നെ കിട്ടും. തോമസ് ഐസക് സ്ഥാനാർത്ഥിയുണ്ട്, നഗരസഭ LDFിൻ്റെ കീഴിൽ തന്നെ വരും. അമ്പലപ്പുര മണ്ഡലത്തിൽ ഈ നഗരസഭ ബാക്കിയുള്ള വാർഡുകളല്ലേ അമ്പലപ്പുര മണ്ഡലത്തിൻ്റെ കീഴിലാണ്. നഗരസഭയിലെ ഭരണം അത് വെച്ച് നോക്കുമ്പോൾ UDFിനാണ്. പുന്നപ്പുറ വടക്ക്, പുന്നപ്പുറ തെക്ക്, അമ്പലപ്പുര വടക്ക്, അമ്പലപ്പുര തെക്ക്, പിന്നെ പുറക്കാട് പഞ്ചായത്തുകളാണ്. അല്ല, പുറക്കാട് പഞ്ചായത്ത് ആലപ്പുഴ നഗരസഭയാണ് ഇപ്പോൾ UDFിൻ്റെ കീഴിലുള്ളത്. ബാക്കിയുള്ള 4 പഞ്ചായത്ത് LDFിൻ്റെ കൂടെ ഉള്ളതാണ്. അല്ല, പുറക്കാട് പഞ്ചായത്ത് നഗരസഭ LDFിൻ്റെ കൂടെ തന്നെ വരും. ഈ സാധനം തന്നെ ഉള്ളതല്ല. 10 പഞ്ചായത്തുകൾ 7 പഞ്ചായത്തുകൾ LDFിൻ്റെ കീഴിലുള്ളതാണ്, 3 പഞ്ചായത്തുകൾ UDFിനൊപ്പം. ആ 7 പഞ്ചായത്തുകളും UDF ഭരിക്കുന്ന ഒരു പഞ്ചായത്തും കൂടി ചേർത്ത് 8 പഞ്ചായത്തുകൾ ആരിഫ് MLAക്ക് നല്ല ഭൂരിപക്ഷം ഉണ്ടാകും. ബാക്കി 2 പഞ്ചായത്തുകൾ നിസാർ ലീഡിങ്ങിലും കിട്ടുമെന്നാണ്. 10 പഞ്ചായത്തുകൾ ആരിഫ് MLAയുടെ കൂടെ തന്നെ നിൽക്കും. ഒടുവിൽ BJP BDJS ബന്ധത്തെക്കുറിച്ചും കുട്ടി വിലയിരുത്തി. SNDPയുടെ പരിവർത്തനം ചിലവർ BDJSനെ പിന്തുണയ്ക്കാൻ തീരുമാനിക്കുന്നു, ചിലർ പിന്തുണയ്ക്കുന്നില്ല. പലരും വെള്ളാപ്പള്ളി നടേശൻ്റെ പേരിൽ ആരോപണം ഉയർത്തുകയാണ്. എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊന്നും പറയാനില്ല. BDJS മത്സരിച്ചാൽ അത് BJPക്ക് ഒരു ഗുണമായിരിക്കാം ചിലപ്പോൾ. ബാക്കിയുള്ള ഇല്ല BDJSന് BJPയിൽ നിന്ന് ഒരു ഗുണവും കിട്ടില്ല. അത് അവർ നാളെ ഒരു കാലത്ത് മനസ്സിലാക്കിക്കോളും. അവരത് ഭൂരിഭാഗം SNDP സമുദായ അംഗങ്ങൾക്ക് പോലും അതിൽ എളുപ്പമുണ്ട്. ചില അംഗങ്ങൾ മാത്രമാണ് രൂപീകരിക്കുന്നതിൽ സമ്മർദ്ദം കാട്ടിയിരിക്കുന്നത്. കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം നേതാവ് ഷൈബു K ജോണിന്റെ മകനാണ് ഈ കൊച്ചുമിടുക്കൻ. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പുതിയ രീതികളുമായി LDF. കേരളത്തിൽ ഓടുന്ന ട്രെയിനുകളുടെ ബോഗികളിൽ തെരഞ്ഞെടുപ്പ് പരസ്യം പതിപ്പിച്ചാണ് പുതിയ പ്രചാരണം. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ മുന്നണിയോ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് റെയിൽവേ പരസ്യ സംവിധാനം ഇന്ത്യയിൽ ഇതുവരെ പ്രയോജനപ്പെടുത്തിയിട്ടില്ല. നവീന തെരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രങ്ങൾ പ്രയോജനപ്പെടുത്താനുള്ള തീരുമാനപ്രകാരമാണ് റെയിൽവേ പരസ്യ സംവിധാനങ്ങൾ LDF ഉപയോഗിക്കുന്നത്. കേരളത്തിലെ ലക്ഷക്കണക്കായ റെയിൽവേ യാത്രക്കാരിലാകെ LDFിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ സന്ദേശങ്ങൾ എത്തിക്കുവാൻ ഈ പരസ്യ സംവിധാനം സഹായകമാകും. അഴിമതിരഹിത ഭരണം, വികസന കാഴ്ചപ്പാട്, മതനിരപേക്ഷ മൂല്യങ്ങളുടെ സംരക്ഷണം എന്നിവ സംബന്ധിച്ച LDFിന്റെ കാഴ്ചപ്പാട് റെയിൽവേ ബോഗികളിലെ ചുവപ്പ് പ്രതലത്തിൽ തയ്യാറാക്കിയ പരസ്യവാചകങ്ങൾ പ്രതിഫലിപ്പിക്കുന്നു. LDF വരും, എല്ലാം ശരിയാകും എന്നതാണ് പ്രചാരണ സന്ദേശങ്ങളിൽ മുൻതൂക്കം ലഭിക്കുന്ന പരസ്യവാചകം. LDFിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരസ്യവുമായി ഏറനാട് എക്സ്പ്രസ് ഇന്ന് മംഗലാപുരത്തു നിന്നും നാഗർകോവിലിലേക്ക് യാത്ര പുറപ്പെട്ടു. നാഗർകോവിൽ, മംഗലാപുരം ഏറനാട് എക്സ്പ്രസിലും പരസ്യം ഉൾപ്പെടുത്തുന്നുണ്ട്. 2 ഏറനാട് എക്സ്പ്രസ് ട്രെയിനുകളിലും മുഴുവൻ ബോഗികളിലും LDFിന്റെ പരസ്യം ഉൾപ്പെടുത്തും. മംഗലാപുരം കോയമ്പത്തൂർ ഇന്റർസിറ്റി, തിരുവനന്തപുരം എറണാകുളം വഞ്ചിനാട് എക്സ്പ്രസ്, തിരുവനന്തപുരം ഷൊർണൂർ വേണാട് എക്സ്പ്രസ്, തിരുവനന്തപുരം ഗുരുവായൂർ ഇന്റർസിറ്റി എന്നിവയിലും LDFിന്റെ പ്രചാരണ പരസ്യങ്ങളുണ്ടാകും. ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ ട്രെയിനുകളിലെല്ലാം LDF പരസ്യം വന്നു തുടങ്ങുമെന്ന് എറണാകുളത്തെ റെയിൽവേ പരസ്യ ഏജൻസിയായ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്രിയേഷൻസ് അറിയിച്ചു. LDFിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരസ്യം 10,000-കണക്കിന് ജനങ്ങളിലാണ് ഓരോ ദിവസവും എത്തിച്ചേരുക. ക്യാമറാമാൻ ഷൈജോ ബിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ CBI റെയ്ഡ്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഓഫീസിലാണ് റെയ്ഡ്. യാത്രക്കാരിൽ നിന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പണം കൈപ്പറ്റുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് നടത്തിയത്. ജൈവ പച്ചക്കറി കൃഷിക്ക് പിന്നാലെ നെൽകൃഷിയിലും സജീവമായി CPIM. എറണാകുളം കാഞ്ഞൂരിൽ പാർട്ടി വിത്തിറക്കിയ പാടത്തെ കൊയ്ത്തുത്സവം നാടിന്റെ ആഘോഷമായി. വിഷുവിന് ജൈവ അരി വിപണിയിലെത്തും. ജൈവജീവിതം പദ്ധതിയുടെ ഭാഗമായി CPIM പ്രവർത്തകർ കൃഷിയിറക്കിയ കാഞ്ഞൂർ പാടശേഖരത്തായിരുന്നു വിളവെടുപ്പ്.
തരിച്ചു കിടന്ന 22 ഏക്കർ നെൽപ്പാടത്ത് ഡിവൈഎഫ്ഐ കർഷക സംഘം പ്രവർത്തകർ ചേർന്നായിരുന്നു കൃഷി ഇറക്കിയത്. വിളവെടുപ്പ് ഒരു ഗ്രാമത്തിന്റെ ആഘോഷമായി. CPIM ജില്ലാ സെക്രട്ടറി P. രാജീവ് കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളിപ്പോൾ കാണുന്നത് ഇവിടെ നിന്ന് കിട്ടുന്ന നെല്ല് മുഴുവൻ മറ്റൊന്നും ചേർക്കാതെ നല്ല രീതിയിൽ തന്നെ കുത്തിയെടുത്ത് ജൈവ അരിയാക്കി മാറ്റി വിഷുവിന് തുറക്കുന്ന ജൈവ പച്ചക്കറി സ്റ്റോളുകളിലൂടെ ഈ അരി വിപണനം ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. വിഷുവിന് തുറക്കുന്ന ജൈവ പച്ചക്കറി സ്റ്റാളുകളിലൂടെ ജൈവ അരി ഉപഭോക്താക്കളിലേക്ക് എത്തും. ജൈവ പച്ചക്കറിക്ക് പിന്നാലെ ജൈവ നെൽകൃഷിയിലേക്കും CPIM കടന്നിരിക്കുന്നു. രാഷ്ട്രീയത്തിനതീതമായി വലിയ ബഹുജന പിന്തുണയാണ് ഇത്തരം പദ്ധതിക്ക് ലഭിക്കുന്നത്. കാഞ്ഞൂരിൽ നിന്നും ക്യാമറമാൻ ജയപ്രകാശിനൊപ്പം സാലി മുഹമ്മദ്.